പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 4-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്നു, ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. ദൈവം നമുക്കൊരു മനസാക്ഷി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതര ജീവികളിൽ നിന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ന്യായവിധി ദിവസത്തിൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ മനസാക്ഷി പുസ്തകം പോലെ തുറന്നു വരികയും ഓരോരുത്തരും അതിന് തക്ക മറുപടി പറയേണ്ടി വരികയും ചെയ്യും. ആകയാൽ നമ്മുടെ മനസാക്ഷി ഏറ്റവും നിർമ്മലമായി സൂക്ഷിപ്പാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. ഒരുവൻ്റെ മനസാക്ഷി ചൊവ്വുള്ളതെങ്കിൽ അനുതപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരികയും യേശുവിൻ്റെ രക്തത്താൽ അത് കഴുകി വെടിപ്പാക്കുകയും ചെയ്യണം. ദാവീദ് നല്ല മനസാക്ഷിയോടുകൂടെ മാത്രം ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു. പൗലോസിനും നല്ല മനസാക്ഷി ഉണ്ടെന്ന് പറയുവാനുള്ള ധൈര്യമുണ്ടായിരുന്നു. നല്ല മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരുവനിൽ അല്ലെങ്കിൽ ഒരുവളിൽ മനസാക്ഷി നഷ്ടപ്പെട്ടു പോയാൽ അവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവർ സഭാ ആരാധനയിൽ നിന്നും വിട്ടുനിൽക്കും. ആത്മീയ കൂട്ടായ്മ അവർക്ക് വെറുപ്പായി തോന്നും. ദൈവമക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അവരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം അവർ മനഃപൂർവ്വം ഒഴിവാക്കും. പിന്നെ മനസാക്ഷി നഷ്ടപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥതയോടുകൂടെ ഉപവസിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്ത ദൈവദാസന്മാരെ കണ്ടുകഴിഞ്ഞാൽ ഇക്കൂട്ടർ മനഃപൂർവ്വം അവരുടെ മുന്നിൽ നിന്നും മാറിക്കളയും. നല്ല മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാനും ദൈവമക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അവൻ ഉറപ്പിക്കുവാനും കഴിയുകയുള്ളൂ. അല്ലാത്തവരുടെ ആരാധന വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ധൈര്യത്തോടുകൂടെ അടുത്തു ചെല്ലണമെങ്കിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. കർത്താവിനായി അധ്വാനിക്കണമെങ്കിലും ആത്മാർത്ഥതയോടെ സുവിശേഷ വേല ചെയ്യുന്നതിനും നല്ല മനസാക്ഷി ആവശ്യമാണ്. പ്രിയ ദൈവവേദിലേ, സുവിശേഷത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിച്ചും ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിർജീവ പ്രവർത്തികളിലും ദുർമനസാക്ഷിയും നീക്കി സകല മനുഷ്യരുടെയും ദൈവത്തിൻ്റെ മുമ്പാകെയും ലജ്ജിക്കാതെ നിൽക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ ഓരോരുത്തരുടെ മേലും. ആമേൻ. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ തനിയെ അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാം നാം നല്ല മനസാക്ഷി ഉള്ളവരാണോ എന്ന്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുകയുള്ളൂ. കൂട്ടു സഹോദരന് ഒരു കഷ്ടത വരുമ്പോൾ മനഃപൂർവ്വം സഹായിക്കാതെ മനസാക്ഷി ഇല്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയില്ല. കഷ്ടതയുടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഞെരുക്കങ്ങളിൽ സഹായിക്കാതെ മനസാക്ഷി കാണിക്കാതെ ആരാധനാലയങ്ങൾ പണിതിട്ടും മാളിക വീടുകൾ പണിതിട്ടും എന്ത് പ്രതിഫലമാണ്? പ്രിയ ദൈവവേദിലേ, ഹിസ്കിയാവ് രാജാവ് ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വസ്തത പുലർത്തിയിരുന്നു. പലരും ദശാംശം കൊടുക്കുന്നതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുകയും ക്ലാസുകൾ വരെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവരിൽ ഏറിയ പങ്കും ആർക്കും ഒന്നും കൊടുക്കുന്നവനല്ല. ആർക്കും സഹായമോ സഹതാപമോ ആരോടും കാണിക്കുകയുമില്ല. ലഭിക്കുന്നത് കൊണ്ട് ബഹുനില മന്ദിരങ്ങൾ പണിയുകയും വില കൂടിയ കാറുകൾ മേടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മിടുക്കന്മാരെ ദൈവം വിശ്വസ്തയോടെ
ഒരു നാൾ കൈകാര്യം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നിയമപ്രകാരം വിവാഹിതരായ ദമ്പതികൾ തങ്ങളുടെ പങ്കാളിയോട് എല്ലാ കാര്യത്തിലും, വിശേഷാൽ ദാമ്പത്തിക ജീവിതത്തിലും വിശ്വസ്തരായിരിക്കണം. ഭക്തന്മാരും വിശ്വസ്തന്മാരും ഇല്ലാതെ പോകുന്ന ഈ കാലത്ത് നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായി തീരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ സ്തോത്രം അറിയിച്ച ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചു വരുന്നു. ആമേൻ. നിശ്ചയമായും അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും ആമേൻ ഈ 6-ാം മാസം ചില വാതിലുകളെ ദൈവം നമുക്കായി തുറന്നു തരും. അടയപ്പെട്ട വാതിലുകളെ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരിക തന്നെ ചെയ്യും. നമ്മുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ ഒരു മാനുഷിക കരത്തിൻ്റെയും ഇടപെടൽ ഇല്ലാതെ ദൈവത്തിൻ്റെ ആമൻ ഇടപെടലിൽ അല്ലെങ്കിൽ ദൈവകരത്താൽ അത് സ്വതവേ തുറന്നു വരും. ആമൻ. ഈ ദിവസങ്ങളിൽ സ്തോത്രം. ആമൻ. കുഞ്ഞെ, നിൻ്റെ മുന്നിൽ ആമേൻ മനുഷ്യകരങ്ങൾ അടച്ച വാതിലുകൾ അല്ലെങ്കിൽ ശത്രു അടച്ച വാതിലുകൾ, പിശാച് അടച്ച വാതിലുകൾ നിശ്ചയമായും ദൈവത്താൽ തുറക്കപ്പെടും. പത്രോസിൻ്റെ മുന്നിൽ സ്തോത്രം കാരാഗ്രഹവാതിൽ, ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നതുപോലെ ആമേൻ നമുക്ക് വേണ്ടിയും ദൈവം ചില വാതിലുകളെ തുറക്കുവാനിടയാകും. എത്ര പേരിന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട് ദൈവം സ്തോത്രം നല്ലവനും വിശ്വസ്തനുമാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തതയോടുകൂടെ ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ ആമേൻ. ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചു കളഞ്ഞ ദാവീദിനുണ്ടായ ആ മനസ്സാക്ഷിക്കുത്ത്, സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയുടെ അപ്പനായ അമ്മാവിയപ്പനായ ആ ശൗലിൻ്റെ ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്താൽ അഭിഷക്തനായിരുന്ന ദാവീദിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചു കളഞ്ഞപ്പോൾ ദാവീദിനുണ്ടായ മനസ്സാക്ഷിക്കുത്ത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ഒന്ന് ഓർത്തു നോക്കി. നമ്മെ സ്നേഹിച്ചവരില്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരില്ലേ? ഉപവസിച്ചവരില്ലേ? അവരെല്ലാം നമുക്കൊന്ന് ഓർക്കാം. ഈ പ്രഭാതം നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മെ കഴിഞ്ഞ നാളുകളിൽ ആത്മാർത്ഥമായി കൈത്താങ്ങിയവരെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷ വേലക്കാർ എത്രയോ ദൈവമക്കളുടെ കൈത്താങ്ങലുകൾ കൂടെയാണ് നാം ഓരോ ദിവസവും നിലനിൽക്കുന്നത്. നാം ഒന്നും മറന്നു പോകരുത്. ദൈവം നമുക്ക് നന്മകൾ ചെയ്താൽ അത് മറ്റുള്ളവരെ കൂടെ കൈത്താങ്ങുവാനും സഹായിപ്പാനും ആമേൻ ഒരു നല്ല മനസാക്ഷി ഇന്ന് പ്രഭാതം ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നാഥാ. ആമേൻ. ദാവീദിൻ്റെ മനസാക്ഷി കുത്തുണ്ടായതുപോലെ ഇന്ന് പ്രഭാതം കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കഷ്ടതയിലായിരിക്കുമ്പോൾ സ്തോത്രം, ഞങ്ങൾക്ക് സമ്പത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, വാഹനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവെ ഈ ദിവസങ്ങളിൽ ഒരു നല്ല മനസാക്ഷിയുള്ളവരായി ഞങ്ങൾ തീരേണ്ടതിനായി, ഞങ്ങൾക്കൊരു നല്ലൊരു മനസാക്ഷിയുടെ ഒരുങ്ങേണ്ടതിനായി എല്ലാവരെയും ഇന്ന് പ്രഭാതം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നാം നല്ല മനസാക്ഷിയുള്ളവരായി നമുക്കൊരുങ്ങാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ, ശാക്തീകരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.